അമ്മേ, സ്റ്റോർ റൂമിലെ ഈ ബാഗിൽ പഴയ കുറെ പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു. ആവശ്യമില്ലെങ്കിൽ കളഞ്ഞേക്കട്ടെ. ശ്രീമോൾ അത് ചോദിച്ചതും മായയുടെ നെറ്റി ചുളിഞ്ഞു. ഏതു പെട്ടിയിൽ? അടുക്കളയിൽ നിന്നുകൊണ്ട് മായ വിളിച്ചു ചോദിച്ചു. ദാ ഈ കറുത്ത പെട്ടിയിൽ, ശ്രീമോള് വിളിച്ചു പറഞ്ഞു. അതു കേട്ടതും ഒരു നിമിഷം മായയുടെ നെഞ്ചൊന്ന് പിടച്ചു. കറുത്ത പെട്ടിയിലോ? അതും ചോദിച്ചുകൊണ്ട് മായ പെട്ടെന്ന് അടുക്കളയിൽ നിന്നും ശ്രീമോളുടെ അടുത്തേക്ക് വന്നു. മുറിയിലെത്തിയതും കാണുന്നത് പെട്ടി തുറക്കാൻ ശ്രമിക്കുന്ന ശ്രീമോളെയാണ്. അതു കണ്ടതും മായ വേഗം ചെന്ന് അവളുടെ കയ്യിൽ നിന്നും പെട്ടി പിടിച്ചു വാങ്ങി. ഇതിലെന്താ അമ്മേ? ശ്രീമോള് മായയെ നോക്കി ചോദിച്ചു. അതെന്തെങ്കിലും ആവട്ടെ, നിന്നോട് ഞാൻ പെട്ടി വൃത്തിയാക്കാൻ പറഞ്ഞില്ലാലോ. മുറിയിലെ പൊടി തട്ടാൻ പറഞ്ഞാൽ അത് ചെയ്താ പോരെ ശ്രീമോളെ? മായ ഒട്ടും ഗൗരവമില്ലാതെയാണ് അത് ചോദിച്ചതെങ്കിലും അവളുടെ ഉള്ളം നീറി പുകയുകയായിരുന്നു. ചെല്ല്, മോള് പോയി പഠിച്ചോ, ഇത് അമ്മ ചെയ്തോളാം. മായ ശ്രീമോളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അച്ഛനാണമ്മേ എന്നോട് പറഞ്ഞത് ഇവിടെ മൊത്തത്തിൽ വൃത്തിയാക്കാൻ, കൂട്ടത്തിൽ ഈ പെട്ടിയടക്കം പഴയ സാധനങ്ങളും. ശ്രീമോൾ അത് പറയുമ്പോൾ മായയുടെ കവിളുകൾ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. അവൾക്ക് അവളുടെ ഭർത്താവ് ഹരിയോട് വല്ലാത്ത ദേഷ്യം തോന്നി. മറവിക്ക് പോലും വിട്ടുകൊടുക്കാതെ അവൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മകൾ അവളെ ചുട്ടുപൊള്ളിച്ചു. നിന്റെ അച്ഛൻ അങ്ങനെ പലതും പറയും, ഇത് ഞാൻ ചെയ്തോളാം, മോൾ പൊയ്ക്കോ. മായ അത് തന്നെ പറഞ്ഞതും ശ്രീമോള് മുറിയിൽ നിന്നും നടക്കാനൊരുങ്ങി. അപ്പോഴാണ് മായയുടെ വിളി പുറകിൽ നിന്നും വന്നത്. പിന്നെ നിന്റെ അച്ഛനെന്നല്ല, ഇനി ആര് പറഞ്ഞാലും ഈ മുറി ഇനി വൃത്തിയാക്കാൻ വരണ്ട, പ്രത്യേകിച്ച് ആ കറുത്ത പെട്ടി. മായ അല്പം ഗൗരവത്തിൽ ശബ്ദമുയർത്തി തന്നെ പറഞ്ഞത് ഹരി കേൾക്കാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു. ശ്രീമോള് പുറത്തേക്ക് വരുമ്പോൾ ലിവിംഗ് റൂമിലെ സെറ്റിയിൽ ഹരി ഇരിക്കുന്നുണ്ട്. ഹരിയെ കണ്ടതും ശ്രീമോള് വേഗം അവളുടെ അച്ഛൻ്റെ അരികിലേക്ക് നടന്നു. അച്ഛാ, അമ്മ അവിടെയൊന്നും വൃത്തിയാക്കേണ്ട എന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് ആ പെട്ടി. ശ്രീമോള് ഹരിയോട് പറഞ്ഞു. അത് സാരമില്ല, മോൾക്ക് പഠിക്കാനുള്ളത് കൊണ്ട് പറഞ്ഞതായിരിക്കും അമ്മ, അല്ലാതെ വേറെയൊന്നും ഉണ്ടാകില്ല. അമ്മ പറഞ്ഞതുപോലെ മോൾ ചെന്ന് പഠിക്കാൻ നോക്ക്. ഹരി പറഞ്ഞതും ശ്രീമോള് അതേ എന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അവൾ പോകുന്നതും നോക്കിയിരിക്കുന്ന ഹരിയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു. എങ്ങനെ മായയെ പറഞ്ഞു മനസ്സിലാക്കും? മായ, അവളെല്ലാം മറക്കുവാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിച്ച് ഹരിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. നീ എന്താ മായേ ഇപ്പോഴും ഇങ്ങനെ? ശരിയാണ്, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളിപ്പോൾ എത്രയായി? ഇനിയും ആ പെട്ടിയും പുസ്തകങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ടോ? ഹരി അത് ചോദിച്ചതും മായ കണ്ണുകൾ ഉയർത്തി തറപ്പിച്ച് അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന് അത്രമേൽ തീക്ഷ്ണതയുള്ളതുകൊണ്ടാവാം ഹരി ഒരു നിമിഷം ഒന്ന് പതറിപ്പോയത്. ആ പെട്ടിയിൽ എല്ലാവരും കരുതുന്നത് പോലെ പുസ്തകങ്ങളല്ല എന്ന് അവൾക്ക് മാത്രമല്ലേ അറിയുകയുള്ളൂ. അല്ല, അത് സൂക്ഷിച്ചു വെക്കാനാണ് നിനക്ക് താല്പര്യമെങ്കിൽ ആയിക്കോ, ഞാൻ അതിന് എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും നിനക്ക് എന്നോടുള്ള സമീപനം ഒന്ന് മാറ്റിക്കൂടെ? കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, 2 കുട്ടികളായി, ഇനിയെങ്കിലും നിനക്ക് പഴയതെല്ലാം മറന്നുകൂടെ? വളരെ ദയനീയമായി ഹരി അത് ചോദിച്ചതും മായയുടെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. നിങ്ങൾക്ക് പറയാൻ വളരെ എളുപ്പമാണ്, നഷ്ടപ്പെട്ടതെല്ലാം എനിക്കല്ലേ, അപ്പോൾ എനിക്കല്ലേ അതിൻ്റെ വേദനയും അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം മറന്നു കളയാൻ എനിക്കാവില്ല. അങ്ങനെ മറന്നു കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. മായ വല്ലാത്തൊരു ദേഷ്യത്തോടെ പറഞ്ഞു. പ്ലീസ് മായേ, ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്ക്. ജീവിതം ഒന്നല്ലേയുള്ളൂ, അത് ഈ ലോകത്തു നിന്നും പോയവരെ ഓർത്ത് എന്തിനാ ഇല്ലാതാക്കുന്നത്? നിന്നെ ഞാനും എന്നും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ? ഹരി വീണ്ടും പറഞ്ഞു. അതെ ഹരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ജീവിതം ഒന്നേയുള്ളൂ. ആ എൻ്റെ ജീവിതമാണ് നിങ്ങൾ ഒരാൾ കാരണം ഇല്ലാതായത്. പിന്നെ നിങ്ങൾ എന്നെ സ്നേഹിച്ചെന്ന് പറഞ്ഞത്, അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അത് അറിയേണ്ട ആവശ്യവും എനിക്കില്ല, കാരണം ഞാൻ നിങ്ങളെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ഞാൻ സ്നേഹിച്ചതത്രയും എൻ്റെ ദേവേട്ടനെയായിരുന്നു. എന്നെ ദേവേട്ടനും സ്നേഹിച്ചിരുന്നു. പരസ്പരം ഇഷ്ടപ്പെട്ട ഞങ്ങളെ തമ്മിൽ എന്നേക്കുമായി അകറ്റിയത് നീയാണ് ഹരി, നിന്റെ സ്വാർത്ഥത ഒന്നു മാത്രം. ആ നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, ഒന്നും മറക്കില്ല. എല്ലാം മറക്കുന്നൊരു ദിവസമുണ്ടെങ്കിൽ അന്ന് മായ മരിച്ചിട്ടുണ്ടാകും. മായ അത് പറഞ്ഞു നിർത്തുമ്പോൾ അവൾ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ കണ്ണുകൾ പെയ്തു തുടങ്ങിയിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും. ഹരിയുടെ സ്വരം വീണ്ടും ദയനീയമായി. ശരിയാണ്, നമുക്ക് കുട്ടികളുണ്ട് ഹരി. ആ മക്കളോട് എനിക്കൊരു ദേഷ്യവുമില്ല.
കാരണം അവരെൻ്റെ മക്കൾ കൂടിയാണ്. അല്ലെങ്കിലും കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ചെയ്തത് മൊത്തം നീയല്ലേ? നിന്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഉദരത്തിൽ എങ്ങനെയാണ് ഉരുവായതെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. നീ എന്നെ ബലമായി പ്രാപിച്ചതുകൊണ്ട് മാത്രം. എന്നിട്ടും ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ജീവനേക്കാളും എന്ന് കരുതി അവരുടെ പേരും പറഞ്ഞ് ഞാനെല്ലാം മറക്കുമെന്നോ നിന്നോട് ക്ഷമിക്കുമെന്നോ നീ കരുതണ്ട, മായ പറഞ്ഞു. ഞാൻ നിന്റെ ഭർത്താവല്ലേ മായേ? അല്ല, നിങ്ങൾ എൻ്റെ കുട്ടികളുടെ അച്ഛൻ മാത്രമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ മാത്രമാണ് നിങ്ങൾ എൻ്റെ ഭർത്താവ്. അതിൽ കവിഞ്ഞ് ഒരു മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ പോലും നിങ്ങളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. അതിൽ കവിഞ്ഞ് നിങ്ങൾ എൻ്റെ ആരുമല്ല, ഇനിയൊട്ട് ആരുമാകാനും പോകുന്നില്ല, മായ തർപ്പിച്ചു പറഞ്ഞു. നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു കുറവ് ഇതുവരെയും വരുത്തിയിട്ടുണ്ടോ? എല്ലാവിധ സുഖസൗകര്യങ്ങളോട് കൂടിയല്ലേ നിന്നെ ഞാൻ നോക്കുന്നത്. നീ സന്തോഷിക്കുവാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു? എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ഞാൻ ഇന്നേ വരെ നിന്നെ അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ടോ? ഹരി അത് ചോദിച്ചതും മായയുടെ ചുണ്ടൊന്ന് വക്രിച്ചു. നിങ്ങൾ ഈ പറയുന്ന പണവും സമ്പത്തും ഒരു മനുഷ്യനെ പൂർണ്ണമായും സന്തോഷിപ്പിക്കുമോ? പണം വേണം, പട്ടിണിയില്ലാതെ കടഭാരമില്ലാതെ കിടന്നുറങ്ങാൻ പണം വേണം. എന്നാൽ മനസ്സറിഞ്ഞ് സന്തോഷിക്കുവാൻ, ഹൃദയം നിറയുവാൻ അതൊന്നുമല്ല വേണ്ടത്. സമാധാനം, സ്നേഹം. രണ്ടുപേര് പരസ്പരം സ്നേഹിച്ചിട്ട് ഒരുമിച്ചൊരു ജീവിതം, ഒരുപാട് സ്വപ്നം കണ്ടിട്ട് അവസാനം എല്ലാവരും ചേർന്ന് ചതിച്ചതും പോരാ, സ്നേഹിച്ചവന്റെ മരണം കൂടി മുന്നിൽ കാണേണ്ടി വന്നവളുടെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതിന് നിങ്ങളും അത് തന്നെയായിരുന്നല്ലോ ആഗ്രഹിച്ചത്. ഇനിയും ഇത് തന്നെ പറയാതെ മായേ. ഞാനിപ്പോൾ ഒരുപാട് മാറിയില്ലേ? അന്നും ദേവൻ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്നെ വേണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് കൂടിയായിരുന്നു. പറയുമ്പോൾ ഹരിയുടെ ഹൃദയത്തിൽ എവിടെയോ ഒരു മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പണ്ടത്തെ ഹരിയല്ല, ഒരുപാട് മാറി. എല്ലാ ദുശീലങ്ങളും വേണ്ടാന്ന് വെച്ചു. എല്ലാം നിനക്ക് വേണ്ടിയാണ്. എന്നിട്ട് നീ ഇപ്പോഴും... ഹരി പറഞ്ഞു വന്നത് പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് മായയെ ഒന്ന് നോക്കി. മായ ഹരിയെ പുച്ഛത്തോടെയും. നന്നായിരിക്കുന്നു ഹരി, വളരെ നന്നായിരിക്കുന്നു. എനിക്ക് വേണ്ടിയാണ് പോലും നിങ്ങൾ നന്നായതെന്ന്. എൻ്റെ സന്തോഷമാണ് നിനക്ക് വലുതെന്നല്ലേ? എന്നാ കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നു, നീയാണ് ഹരി എൻ്റെ സന്തോഷമെല്ലാം തട്ടിയെറിഞ്ഞത്. അല്ലെങ്കിലും നീ എന്നും അങ്ങനെയായിരുന്നുവല്ലോ. പണം കൊണ്ട് എന്തും നേടിയെടുക്കാൻ നിനക്ക് പണ്ടേ നല്ല മിടുക്കായിരുന്നു. ആ മിടുക്ക് തന്നെ നീ എൻ്റെ ജീവിതത്തിലും കാണിച്ചു. ഒന്ന് നീ ഓർത്തോ, എന്നെ മാത്രമല്ല നീ തകർത്തത്, വേറെയും 2 ജീവിതങ്ങൾ കൂടി നശിച്ചു പോയിട്ടുണ്ടെന്ന് ഓർമ്മ വെച്ചോ? മായ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടക്കാനൊരുങ്ങിയതും ഹരി അവളുടെ കയ്യിലായി പിടിച്ചു. ശരി, എല്ലാം സമ്മതിച്ചു. പക്ഷേ ദേവൻ മാത്രമല്ലല്ലോ നിന്നെ സ്നേഹിച്ചത്, ഞാനും നിന്നെ സ്നേഹിച്ചില്ലേ? ഇപ്പോഴും സ്നേഹിക്കുന്നില്ലേ? എന്നിട്ടും എൻ്റെ പ്രണയം മാത്രമെന്താ നിനക്ക് കാണാൻ സാധിക്കാത്തത്? അത് ചോദിക്കുമ്പോൾ ഹരിയുടെ ഉള്ളിൽ ദേവനോട് എന്തെന്നില്ലാത്തൊരു ദേഷ്യം തോന്നിയിരുന്നു. എൻ്റെ 2 മക്കളെ പ്രസവിച്ചിട്ടും അവൾക്ക് ഇപ്പോഴും ചായ്വ് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയ അവനോട് തന്നെയാണെന്ന് ഹരിക്ക് വീണ്ടും ഉറപ്പായി. മരിച്ചിട്ടും ഇപ്പോഴും അവൻ തന്നെയാണ് ജയിച്ചു നിൽക്കുന്നതെന്ന് ആലോചിച്ചപ്പോൾ ഹരിയുടെ ഉള്ളിൽ ദേഷ്യത്തിൻ്റെ അഗ്നി ആളിക്കത്തിയിരുന്നു. എങ്കിലും അവനത് മായ കാണാതിരിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. ഹരി പിടിച്ചിരിക്കുന്ന അവളുടെ കൈകളിലേക്കാണ് മായയുടെ നോട്ടം ചെന്നത്. കൈയെടുക്ക്. കത്തുന്നൊരു നോട്ടം എറിഞ്ഞുകൊണ്ട് മായ അത് പറഞ്ഞതും ഹരി പതിയെ അവളിൽ നിന്നും കൈ അയച്ചു. പ്രണയമോ? ഇത് പ്രണയമല്ല. നിങ്ങൾക്ക് എന്നോട് തോന്നിയത് ഒരിക്കലും പ്രണയമല്ല. ആണെന്ന് ആരൊക്കെ വിശ്വസിച്ചാലും ഞാനത് വിശ്വസിക്കില്ല. ദേവേട്ടനോടുള്ള നിങ്ങളുടെ ദേഷ്യം, അതൊന്നു മാത്രമാ നിങ്ങൾ എന്നെ സ്വന്തമാക്കിയതിന് കാരണം. പക്ഷേ എന്നിട്ടും എന്തുണ്ടായി? നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ പ്രാപിക്കാൻ മാത്രമല്ലേ സാധിച്ചിട്ടുള്ളൂ? എൻ്റെ മനസ്സ് അതെന്നും എൻ്റെ ദേവേട്ടൻ്റെതാ. പറഞ്ഞു വന്നതും ദേവൻ എന്ന ഓർമ്മയിൽ അവളുടെ ചുണ്ടുകൾ വീണ്ടും വിതുമ്പി. മറുത്തൊരു വാക്കിന് ഇടം നൽകാതെ മായ അവിടെ നിന്നും ധൃതിയിൽ നടന്നു പോകുമ്പോൾ ഇനിയൊന്നും പറയാനില്ലാതെ ഹരി അവിടെ തരിത്തു നിന്നു. അതിനുശേഷം മായയുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു നിന്നു. ഹൃദയം വല്ലാതെ നുറുങ്ങുന്നതുപോലെ, നെഞ്ചകം ചുട്ടുപൊള്ളുന്നതുപോലെ. അവൾ നേരെ മുകളിലേക്ക് നടന്നു. മുറിയിലെത്തി ഒന്നകത്തേക്ക് നോക്കിയതും കണ്ടു മേശയ്ക്കരികിലിരുന്ന് പഠിക്കുന്ന തൻ്റെ മകളെയും ബെഡിൽ കിടന്നുറങ്ങുന്ന മകനെയും. അവൾ പതിയെ ചെന്ന് മകനരികിലായി ബെഡിൽ കയറി കിടന്നു. കണ്ണുകളടച്ച് നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന തൻ്റെ ഇളയ കുഞ്ഞിനെ കാണുമ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ ഹൃദയം വീണ്ടും പിടച്ചു. കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പതിയെ കണ്ണുകളടച്ചു. ഹൃദയം 100 കഷ്ണങ്ങളായി നുറുങ്ങുന്ന പോലെയൊരു വേദന.
അതിൻ്റെ ഫലം എന്നോണം കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ അടക്കപ്പെട്ടതുപോലെ കിടക്കുന്ന മധുരമുള്ള ഓർമ്മകൾ അവളെ വന്നു പൊതിയാൻ തുടങ്ങി. ദൂരേന്ന് നടന്നു വരുന്ന ദേവനെ മായ കണ്ടതും അവളുടെ കവിളുകൾ ഒന്നുകൂടി വീർത്തു. എങ്കിലും ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എന്തോ കാര്യമായ ചിന്തയിലാണല്ലോ. എന്താണാവോ? എന്നോടുകൂടി ഒന്ന് പറയുന്നേ. തന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ ദൂരേക്കു നോക്കിയിരിക്കുന്ന മായയെ കണ്ട് ദേവൻ കുറുമ്പോടെ ചോദിച്ചു. എന്നിട്ടും മായയുടെ ഭാഗത്തു നിന്നും ഒരനക്കവുമില്ല. അവൾ ഒന്നുകൂടി എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. അത് കണ്ടതും ദേവന്റെ കണ്ണിൽ വാത്സല്യം നിറഞ്ഞു. സോറി, അല്പം ലേറ്റായിപ്പോയി. അവൻ അവളെ നോക്കിയാണ് അത് പറഞ്ഞതെങ്കിലും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. സോറി, സോറീന്ന്. ഒന്ന് ക്ഷമിക്കെൻ്റെ മായക്കുട്ടി. അവൾ വീർപ്പിച്ചു വെച്ച ഉണ്ടക്കവിളുകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവനൊരു ചിരിയോടെ പറഞ്ഞു. അതു കേട്ടതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ. അവൻ അതും പറഞ്ഞുകൊണ്ട് തോളിലിട്ടിരുന്ന ബാഗ് അഴിച്ചു. അവൻ തനിക്കായി കൊണ്ടുവന്നതെന്താണെന്ന് അറിയാനുള്ള കൗതുകത്താൽ അവളുടെ കണ്ണുകൾ വിടർന്നു. ഒന്ന് വേഗം എടുക്കെൻ്റെ ദേവേട്ടാ, അവൾ അക്ഷമയോടെ പറഞ്ഞു. ഒന്ന് അടങ്ങെൻ്റെ മായേ, നീ ആദ്യം കണ്ണടക്കി, എന്നിട്ട് തരാം. ബാഗിൽ നിന്നും സാധനം പുറത്തേക്കെടുക്കാതെ ദേവൻ പറഞ്ഞു. ശരി, ഞാൻ കണ്ണടയ്ക്കാം. അതും പറഞ്ഞ് കണ്ണടച്ച മായ പെട്ടെന്ന് തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു. എന്തേ? ദേവൻ ചോദിച്ചു. ഞാനൊന്നും ദേവേട്ടന് വാങ്ങിയില്ലാലോ. അവളുടെ കണ്ണുകളിൽ വല്ലാത്ത നിരാശ നിറഞ്ഞു. അയ്യേ, അതിനാണോ ഈ കുഞ്ഞിമുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നേ? നീ തന്നെയല്ലേ എൻ്റെ ഏറ്റവും വലിയ സമ്മാനം. അവളുടെ നിരാശ നിറഞ്ഞ മുഖഭാവം കണ്ടതും അവൻ അവളുടെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറഞ്ഞ വാത്സല്യത്തോടെ പറഞ്ഞു. ശരി, ഇനി എൻ്റെ മായക്കുട്ടി ഒന്ന് കണ്ണടച്ചേ. ദേവൻ വീണ്ടും അത് പറഞ്ഞതും അവൾ കണ്ണുകൾ വേഗത്തിലടച്ചു. ചുണ്ടിലപ്പോഴും നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവളുടെ ആ പുഞ്ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ദേവൻ അവളുടെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തു. ഇനി തുറന്നോ. ദേവൻ അത് പറഞ്ഞതും അവൾ പതിയെ കണ്ണു തുറന്നു. വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞിരുന്നു അത്. അവൾ വിടർന്ന കണ്ണുകളോടെ അതിലേറെ സന്തോഷത്തോടെ അതിലേക്ക് നോക്കി. തുറന്നു നോക്ക്, അവനൊരു ചിരിയോടെ പറഞ്ഞു. അവൾ അത് പതിയെ തുറന്നതും അതിൽ നിന്നും ഒരു ആൽബമായിരുന്നു അവൾക്ക് കിട്ടിയത്. അതിൻ്റെ പുറം ചട്ടയിൽ തന്നെ അവൻ്റെയും അവളുടെയും ഫോട്ടോയായിരുന്നു. അവരൊരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ. അന്നൊരു തിരുവോണ ദിവസമായിരുന്നു. അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് നെൽപ്പാടത്തിന് അരികിൽ വെച്ചെടുത്ത ഫോട്ടോ. കറുപ്പ് കളർ ബ്ലൗസും സെറ്റ് സാരിയുമായിരുന്നു അവളുടെ വേഷം. അതേപോലെ കറുപ്പ് ഷർട്ടും കസവുമുണ്ടുമായിരുന്നു ദേവൻ ഇട്ടിരുന്നത്. അന്ന് ദേവന്റെ ഫോണിലെടുത്തതായിരുന്നു ആ ഫോട്ടോ. ആ ഫോട്ടോ കണ്ടതും അവളുടെ ഓർമ്മകൾ അന്നത്തെ ദിവസത്തിലെത്തി നിന്നു. അവൾ വിടർന്ന കണ്ണുകളോടെ ദേവനെ നോക്കി. ബാക്കി കൂടി നോക്ക്, ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ ഓരോ പേജുകളായി മറിച്ചു നോക്കി. അതിലത്രയും അവരുടെ മനോഹര നിമിഷങ്ങളായിരുന്നു. കുട്ടിക്കാലം മുതലേ അവർ കളിക്കൂട്ടുകാരായിരുന്നു. പിന്നീട് വിവരം വെച്ച പ്രായമായപ്പോൾ തങ്ങൾക്കിനി പിരിയാൻ കഴിയില്ലെന്നും അതിനേക്കാളുപരി തങ്ങൾക്ക് തങ്ങളെക്കാൾ നല്ലൊരു ഇണയെ ഇനി കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞതോടെ അവർ പരസ്പരം പ്രണയിച്ചു തുടങ്ങി. അതിലെ അവസാന പേജിലെ ചിത്രവും കണ്ടു കഴിഞ്ഞ ശേഷം അവൾ അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. ഇഷ്ടായോ? അവൻ ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. ഇഷ്ടമായോന്നോ? ഇതിനേക്കാളും നല്ല സമ്മാനം എനിക്കിനി വേറെ കിട്ടാനില്ല. അവൾ അവൻ്റെ നെഞ്ചോട് ഒന്നുകൂടി ചേർന്നുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ എപ്പോ? അവൾ ചോദിച്ചു. അതൊക്കെ ഒപ്പിച്ചു. ഇങ്ങോട്ട് വരുമ്പോഴാ സ്റ്റുഡിയോയിൽ നിന്നും വിളിച്ചത്. എന്നാ പിന്നെ വരുമ്പോൾ അതും കൂടി വാങ്ങിയേക്കാമെന്ന് തോന്നി. അതാ ലേറ്റായത്. അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. ഇതെനിക്ക് എന്നും പ്രിയപ്പെട്ടതായിരിക്കും ദേവേട്ടാ. പക്ഷേ അതിനേക്കാളും എത്രയോ വലുതാണ് എനിക്കെൻ്റെ ദേവേട്ടൻ. എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചോരം ചേർന്നുകൊണ്ട് പറഞ്ഞു. അതെന്നും അങ്ങനെ തന്നെയാണല്ലോ മായേ. നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ? അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അന്നെൻ്റെ അന്ത്യമായിരിക്കും. മായയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ അത് പറഞ്ഞതും അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചിരുന്നു. ഇല്ല, ഇങ്ങനെയൊന്നും പറയല്ലേ. ദേവേട്ടനില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. അങ്ങനെയൊരു അവസ്ഥ വന്നാൽ ഞാനും വരും ദേവേട്ടൻ്റെ കൂടെ. ദേവേട്ടൻ്റെ കൂടെയല്ലെങ്കിൽ അന്ന് ഞാനും മരിച്ചിരിക്കും. അന്ന് അവൾ പറഞ്ഞ വാക്കുകൾ ഇന്ന് വർഷങ്ങൾക്കിപ്പുറവും അവളുടെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി.
ചിന്തകളുടെ ഭാരം താങ്ങാനാവാതെ അവളുടെ ഹൃദയം അതിശക്തിയിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാനായില്ല. ദേവേട്ടനില്ലാത്ത ലോകത്ത് വർഷങ്ങളായി താൻ ജീവിക്കുന്നു. അതും മറ്റൊരാളുടെ 2 കുട്ടികളെ പ്രസവിച്ച് അയാളുടെ മക്കളുടെ അമ്മയായി. ആലോചിക്കും തോറും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസം വലിച്ചെടുത്തുകൊണ്ടിരുന്നു. അപ്പോഴും അവളുടെ കൈകൾ ആ 5 വയസ്സുകാരനെ തലോടിക്കൊണ്ടിരുന്നു. ഏറെ നേരത്തിന് ശേഷം അവളുടെ കൈകൾ പതിയെ നിശ്ചലമായിരുന്നു. അവളുടെ കണ്ണുകൾ പതിയെ മയക്കത്തിലേക്ക് വീണു. ദേവേട്ട, വീട്ടില് കല്യാണം അന്വേഷിച്ചു തുടങ്ങി. നമ്മുടെ കാര്യം വീട്ടില് പറയണ്ടേ? മായ ചോദിച്ചു. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് സംസാരിക്കാം. അച്ഛൻ സമ്മതിക്കും. അച്ഛനും ഞാനും എനിക്ക് അച്ഛനുമല്ലേ ഉള്ളൂ. എൻ്റെ സന്തോഷമാണ് അച്ഛന് വലുത്. അതുകൊണ്ട് സമ്മതിക്കാതിരിക്കില്ല. ദേവൻ അത് പറഞ്ഞതും മായയ്ക്ക് അല്പം ആശ്വാസം തോന്നി. പക്ഷേ തൻ്റെ വീട്ടിൽ സമ്മതിക്കുമോ? അല്ലെങ്കിലും സമ്മതിക്കാതിരിക്കാൻ മാത്രം ദേവേട്ടന് എന്താണ് കുറവ്? അവൾ അങ്ങനെ ആശ്വാസം കണ്ടെത്തി. വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. അവൻ അത് പറഞ്ഞതും അവൾ ഒരു ചിരിയോടെ ദേവന്റെ കൈയും പിടിച്ചുകൊണ്ട് നടന്നു. 2 മിനിറ്റ് നടന്നാലുള്ള ഇടവഴിയിലായിരുന്നു ദേവൻ വണ്ടി നിർത്തിയിരുന്നത്. വാ, കയറ്. അവൻ പറയാൻ നേരമില്ലാതെ അവൾ അവന്റെ പുറകിലായി കയറിയിരുന്നിരുന്നു. അവന്റെ വയറ്റിലായി അവളുടെ കൈ പിടിമുറുക്കിയതും അവൻ ഒരു നേർത്ത പുഞ്ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു. മായയും ദേവനും ഹരിയും ചെറുപ്പം മുതലേ സുഹൃത്തുക്കളായിരുന്നു. ഒരേ സ്ഥലത്ത് ജനിച്ചു വളർന്ന അവർ കോളേജ് വരെ പഠിച്ചതും ഒരുമിച്ച് തന്നെയായിരുന്നു. ദേവൻ ഇപ്പോൾ വലിയൊരു കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ്. മായയും അക്കൗണ്ടന്റായി തന്നെ ജോലി ചെയ്യുന്നു. ഹരിയാണെങ്കിൽ അച്ഛൻ്റെ ബിസിനസ്സുമായി മുൻപോട്ട് പോയി. ഹരിയുടെ അച്ഛൻ മഹാദേവൻ കോടീശ്വരനായിരുന്നു. അയാൾക്ക് ഒന്നിനെയും പേടിയുണ്ടായിരുന്നില്ല. ബിസിനസ് ആയാലും രാഷ്ട്രീയമായാലും എല്ലായിടത്തും അയാൾക്ക് വലിയ പിടിപാടായിരുന്നു. അച്ഛൻ്റെ സ്വഭാവം തന്നെയായിരുന്നു ഹരിക്കും കിട്ടിയിരുന്നത്. അവൻ്റെ പെരുമാറ്റത്തിലും നടത്തത്തിലും പണത്തിൻ്റെ ആർഭാടം എടുത്തു കാണാമായിരുന്നു. അതുപോലെ എന്തും പണം കൊടുത്ത് നേടിയെടുക്കാം എന്നൊരു മനോഭാവമായിരുന്നു ഹരിയുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത്. അത് അവരെ പരിചയമുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മായയ്ക്ക് പണ്ടേ അവനോട് വലിയ താല്പര്യം തോന്നാറില്ലായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം നേരെ തിരിച്ചായിരുന്നു ദേവൻ. അവനൊരു സാധാരണക്കാരനായിരുന്നു, ഒരു പച്ചയായ മനുഷ്യൻ. ഇല്ലായ്മ അറിഞ്ഞു വളർന്നതുകൊണ്ടാകണം അവനിപ്പോഴും പണത്തിൻ്റെ വില എന്തെന്നറിയാം. അതില്ലാത്തവന്റെ ബുദ്ധിമുട്ടുകളും ആത്മസംഘർഷവും അറിയാവുന്നതുകൊണ്ട് തന്നെ ഉള്ളവനോടും ഇല്ലാത്തവനോടുമെല്ലാം ഒരുപോലെയാണ്. അവൻ എപ്പോഴും എല്ലാവരോടും സ്നേഹം മാത്രമാണ്. ദേവന്റെ അമ്മ കുഞ്ഞുനാളിലെ മരിച്ചു പോയതായിരുന്നു. പിന്നീട് ഒരു കല്യാണത്തിന് പലരും നിർബന്ധിച്ചെങ്കിലും അയാൾ അതിന് തയ്യാറായില്ല. ഇനി ഒരാളെ കല്യാണം കഴിച്ചാൽ ആ വരുന്നവൾക്ക് തൻ്റെ മകനെ സ്വന്തം മകനെപ്പോലെ സ്നേഹിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർ തൻ്റെ മകനെ ദ്രോഹിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകളായിരുന്നു 2ാം കല്യാണത്തിൽ നിന്നും അയാളെ പിൻവലിച്ചത്. ദേവാ, ഉറങ്ങാനായില്ലേ നിനക്കിതുവരെ? രാത്രിയിൽ കിടക്കാനായി ബെഡൊന്ന് തട്ടി വിരിക്കുമ്പോഴാണ് അയാളുടെ മുറിയിലേക്ക് ദേവൻ കടന്നു വന്നത്. അത് അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ദേവിന് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു. എന്താണേലും പറഞ്ഞോ? അയാൾ അവനെ നോക്കി ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. അതച്ഛാ, എനിക്കൊരാളെ. നിനക്കൊരാളെ? അയാൾ അവനെ ഒന്ന് നോക്കി. അത് പറഞ്ഞപ്പോഴാ. നിനക്ക് ഇങ്ങനെ നടന്നാ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അയാൾ അത് ചോദിച്ചതും അവനൊന്ന് അയാളെ നോക്കി. അത് തന്നെയാ അച്ഛാ ഞാനും പറയാൻ വന്നേ. എനിക്കൊരാളെ ഇഷ്ടാ, അവൾക്ക് എന്നെയും. ഇപ്പോൾ അവൾക്ക് വീട്ടിൽ കല്യാണം ആലോചിച്ചു തുടങ്ങി. അച്ഛനൊന്ന് പോയി അവരോട് സംസാരിച്ചെങ്കിൽ നന്നായിരുന്നു. അവൻ പറഞ്ഞു നിർത്തിയതും അയാളൊന്ന് പുഞ്ചിരിച്ചു. ആഹാ, എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു ഒരു കുട്ടി. അവര് സമ്മതിക്കുവാണെങ്കിൽ നിനക്ക് വേണ്ടി അവളെ ആലോചിക്കാമെന്ന് വെച്ചതായിരുന്നു ഞാൻ. അയാൾ പറഞ്ഞതും അവൻ അയാളെ ഒന്ന് ദയനീയമായി നോക്കി. ഇല്ലച്ഛാ, അവളെയല്ലാതെ വേറെ ആരെയും എനിക്ക് ആ സ്ഥാനത്ത് ചിന്തിക്കാൻ പോലും ആകില്ല, ദേവൻ തീർത്തു പറഞ്ഞു. അതിന് എൻ്റെ മനസ്സിലെ കുട്ടി ആരാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. ആളെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകും. പ്രഭാകരൻ്റെ മകൾ മായ. അവളെ കെട്ടുന്നതിനെക്കുറിച്ച് നിനക്കെന്താ അഭിപ്രായം? നിങ്ങൾ തമ്മിൽ നല്ല പരിചയമാണല്ലോ. അത് പറഞ്ഞതും ദേവൻ അയാളെ വിടർന്ന കണ്ണുകളോടെ നോക്കി. അതിൽ അത്ഭുതവും സന്തോഷവുമെല്ലാം ഒരുമിച്ച് നിറഞ്ഞു നിന്നിരുന്നു. ദേവൻ സന്തോഷത്തോടെ അയാളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് അറിയാമായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തോ ഒരിഷ്ടമുണ്ടെന്ന്. അവൾ നല്ല കുട്ടിയാ.
നിങ്ങളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. അയാൾ അവൻ്റെ പുറത്തൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. ദേവൻ മുറിയിൽ ചെന്നതും വേഗം ഫോണെടുത്ത് മായയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മായേ. മറുപുറത്ത് ഫോണെടുത്തതും അവൻ സന്തോഷത്തോടെ വിളിച്ചു. എന്താ ദേവേട്ടാ? ഒരു സന്തോഷവാർത്തയുണ്ട്, ദേവൻ പറഞ്ഞു. എന്താണത്? അതറിയാനുള്ള കൗതുകം അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അച്ഛൻ സമ്മതിച്ചടോ. നമ്മുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചു. അവൻ ഒട്ടൊരു വേഗത്തിൽ പറഞ്ഞു നിർത്തിയതും അവളുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു. എന്താ ദേവേട്ടൻ പറഞ്ഞേ? ശരിക്കും ദേവേട്ടൻ്റെ അച്ഛൻ സമ്മതിച്ചോ? മായ വീണ്ടും ചോദിച്ചു. ആന്നേ, അച്ഛൻ സമ്മതിച്ചു. അല്ലെങ്കിലും അച്ഛന് പണ്ടേ നിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അച്ഛന് അങ്കിളിനോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ ഒന്ന് അങ്കിളിനോട് സംസാരിക്ക്. ഫോണിലൂടെ സംസാരിക്കുകയാണ് ദേവനും മായയും. ദേവന്റെ വീട്ടിൽ സമ്മതിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പാതി ആശ്വാസമായിരുന്നു മായയ്ക്ക്. ദേവേട്ട, എനിക്കും തോന്നുന്നത് എൻ്റെ അച്ഛനും സമ്മതിക്കുമെന്നാ. എതിർക്കാൻ മാത്രം കാരണങ്ങളൊന്നുമില്ലാലോ. എൻ്റെ സന്തോഷമാണ് അച്ഛൻ്റെയും സന്തോഷം. അച്ഛൻ സമ്മതിക്കും. എന്തായാലും ഞാനും ഇന്ന് തന്നെ വീട്ടിൽ സംസാരിക്കാം. മായ അന്ന് തന്നെ ദേവനുമായുള്ള ഇഷ്ടം അവളുടെ അച്ഛൻ പ്രഭാകരനോട് തുറന്നു പറഞ്ഞു. ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് അയാൾ ദേവനെ. അതുകൊണ്ട് തന്നെ ദേവനെപ്പറ്റി നന്നായി അറിയാം അയാൾക്ക്. അമ്മയില്ലാതെ വളർന്നിട്ടും വഴിതെറ്റിപ്പോകാതിരുന്ന അവനോട് അയാൾക്ക് ചെറുതല്ലാത്തൊരു ബഹുമാനവും പലപ്പോഴും തോന്നാറുണ്ട്. കൂട്ടത്തിൽ എല്ലാവരോടും സ്നേഹത്തോടെയും മിതത്വത്തോടെയുമുള്ള അവൻ്റെ പെരുമാറ്റവും. എങ്കിലും അവർ തമ്മിലുള്ള പ്രണയം അറിഞ്ഞപ്പോൾ അയാൾക്ക് ചെറുതല്ലാത്തൊരു വല്ലായ്മയും തോന്നിയിരുന്നു. അച്ഛാ, അച്ഛൻ എന്താ തീരുമാനിച്ചത്? സമ്മതിക്കില്ലെന്ന് മാത്രം പറയല്ലേ അച്ഛാ. ദേവേട്ടൻ്റെ സ്ഥാനത്ത് ഇനി എനിക്ക് ആരെയും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. മറക്കാൻ മാത്രം പറയല്ലേ അച്ഛാ. അമ്മയെങ്കിലും അച്ഛനോടൊന്ന് പറ. കരഞ്ഞുകൊണ്ട് അവൾ അത് പറയുമ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. നമ്മുടെ മോളല്ലേ ഏട്ടാ. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങ് നടത്തിക്കൊടുത്തൂടെ? ദേവനെയും നമുക്ക് അറിയാത്തതൊന്നുമല്ലാലോ. നമ്മുടെ കൺമുൻപിൽ വളർന്ന കൊച്ചല്ലേ. അങ്ങ് സമ്മതിച്ചേക്ക്. അമ്മ കൂടി പറഞ്ഞതും അയാൾക്ക് മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. മായേ, നിനക്കറിയാലോ, നമ്മുടെ തറവാട്ടിലാരും ഇന്നേ വരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരും പലതും പറയും. കാരണം നിനക്ക് വേണ്ടി കുടുംബത്തിൽ നിന്ന് തന്നെ ചില ആലോചനകളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞ് ഇങ്ങനെ ഒരു കല്യാണം നടത്തുന്നത് എല്ലാവരുടെയും അനിഷ്ടത്തിനും ഒരു കാരണമാവും. അയാൾ പറയുന്നതെന്തെന്ന് കാതോർക്കുമ്പോൾ മായയുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നിയിരുന്നു. അവൾ അയാളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പക്ഷേ അതൊന്നും അച്ഛൻ കാര്യമാക്കുന്നില്ല. മോളെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ. അമ്മ പറഞ്ഞതുപോലെ ദേവൻ നല്ലവനാ. അവനെ നമുക്കറിയാത്തതല്ലല്ലോ. പിന്നെ ബാക്കിയുള്ളവർ, അവർ പറയുന്നത് എന്താണെന്ന് നമുക്കങ്ങ് കേട്ടില്ലെന്ന് നടിച്ചേക്കാം, അല്ലേ? അച്ഛൻ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അത് പറയുമ്പോൾ അവൾക്ക് ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. ദേവന്റെയും മായയുടെയും ഇഷ്ടം നടത്തിക്കൊടുക്കുവാനായി അവരുടെ അച്ഛന്മാർ തമ്മിൽ ഒത്തുകൂടി. മായയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംസാരം. എല്ലാവിധ മര്യാദകളോടും കൂടി അവർ ദേവന്റെ അച്ഛനെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. ഇരു കൂട്ടർക്കും തമ്മിൽ തമ്മിൽ ഇഷ്ടമായിരുന്നു. ദേവന്റെ അച്ഛനാണെങ്കിൽ മകന്റെ ഇഷ്ടമാണ് തനിക്ക് വലുത്. അതുകൊണ്ട് മായയെ അല്ലാതെ പൊന്നും പണവുമായി ഒന്നും തരേണ്ടതില്ലെന്നു കൂടി ദേവന്റെ അച്ഛൻ പറഞ്ഞിരുന്നു. മറ്റെന്തിനേക്കാളും തൻ്റെ മകൾക്ക് പ്രാധാന്യം നൽകുന്ന ആ അച്ഛനെയും മകനെയും മായയുടെ വീട്ടുകാർക്ക് നന്നേ ബോധിച്ചിരുന്നു. അധികം വൈകാതെയുള്ളൊരു മുഹൂർത്തം നോക്കി കല്യാണം അങ്ങ് നടത്താമെന്നുള്ളൊരു തീരുമാനത്തോടെയാണ് ദേവന്റെ അച്ഛൻ മായയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പിന്നീട് ഇരു വീട്ടുകാരും ചേർന്ന് നിശ്ചയം വേണ്ടെന്ന തീരുമാനത്തോടൊപ്പം ഏറ്റവും അടുത്ത നല്ലൊരു മുഹൂർത്തം നോക്കി ദിവസവും ഉറപ്പിച്ചു. തങ്ങൾ ആഗ്രഹിച്ചതുപോലെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ ഒരുമിച്ചൊരു ജീവിതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ദേവനും മായയും. പിറ്റേന്ന് സാധനങ്ങൾ വാങ്ങി കടയിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് ദേവൻ ഹരിയെ കാണുന്നത്. ഹരിയും തന്നെ കണ്ടെന്ന് മനസ്സിലായപ്പോൾ ദേവൻ അവനരികിലേക്ക് ചെന്നു. ഹരി എന്താ ഇവിടെ? മാർക്കറ്റിനടുത്തുള്ള റോഡിനരികിലായി നിൽക്കുന്ന ഹരിയെ കണ്ട് ദേവൻ ചോദിച്ചു. ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. നീ സാധനം വാങ്ങാൻ വന്നതായിരിക്കുമല്ലേ? ഹരി ചോദിച്ചു. ആ, ദേവനൊന്ന് മൂളി. ഹരി മാർക്കറ്റിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും നേരിട്ട് പോകാറില്ലായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവൻ്റെ വീട്ടിൽ ജോലിക്കാരുണ്ടായിരുന്നു. പണം ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ അവന് നേരിട്ട് അവിടേക്കൊന്നും ചെല്ലാൻ താല്പര്യമില്ലായിരുന്നു. അത്തരം കാര്യങ്ങളോടൊക്കെ അവനൊരു തരം പുച്ഛമായിരുന്നു.
പിന്നെ എന്തൊക്കെയാ വിശേഷം, സുഖമായിരിക്കുന്നോ? ദേവൻ ഹരിയോട് ചോദിച്ചു. സുഖം. അബുദാബിയിൽ ഒരു ബ്രാഞ്ച് കൂടി തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ കുറച്ച് തിരക്കിലാണിപ്പോൾ. ഹരി കുറച്ച് അഹങ്കാരത്തോടെ തന്നെ പറഞ്ഞു. നിന്റെ വിശേഷം എന്തൊക്കെയാ? ഹരി ദേവനോട് ചോദിച്ചു. ജോലി അങ്ങനെ പോകുന്നു. ആ പിന്നെ നിന്നോട് പറയാൻ മറന്നു, ഒരു സന്തോഷവാർത്തയുണ്ട്. ദേവൻ സന്തോഷത്തോടെ പറഞ്ഞതും ഹരി ഒന്ന് അവനെ നോക്കി. എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ദേവൻ അത് പറഞ്ഞതും ഹരിയുടെ നെഞ്ചിലൊരു ഭാരം പോലെ തോന്നി. മായയും അവനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് മറ്റാരേക്കാളും നന്നായി തനിക്കറിയാം. ഇനി അവളെങ്ങാനും ആയിരിക്കുമോ? ആഹാ, കൺഗ്രാറ്റ്സ്. ആരാ ആള്? ഉള്ളിൽ ഉടലെടുത്തു തുടങ്ങിയ സംഘർഷം മറച്ചു വെച്ചുകൊണ്ട് നേർത്തൊരു പുഞ്ചിരിയെ കൃത്രിമമായി ചുണ്ടിൽ വരുത്തിക്കൊണ്ട് ഹരി ചോദിച്ചു. ആളെ നിനക്കറിയാം, മായയില്ലേ, അവൾ തന്നെ. അത് പറയുമ്പോൾ ദേവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം നിറഞ്ഞു നിന്നിരുന്നു. ഈ മാസം 25-നാണ് കല്യാണം. വലിയ രീതിയിലൊന്നുമില്ല, ചെറുതായിട്ടേ നടത്തുന്നുള്ളൂ. വഴിയിൽ വെച്ച് നിന്നെ വിളിച്ചെന്ന് കരുതരുത്. നീ എന്തായാലും വരണം. നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ, ദേവൻ പറഞ്ഞു. അതിനെന്താ, ഞാൻ വരാലോ, വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ ഹരിയും പറഞ്ഞു. എന്നാ ശരി, കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാം. അതും പറഞ്ഞുകൊണ്ട് ദേവൻ അവിടെ നിന്നും പോകുമ്പോൾ ഹരിക്ക് ദേവനോട് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു. അവൻ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. പല്ലുകൾ ദേഷ്യം കൊണ്ട് ഇപ്പോൾ പൊട്ടുമെന്ന പോലെ കടിച്ചു പിടിച്ചിട്ടുണ്ട്. ഇല്ല ദേവാ, നീയും അവളും ആഗ്രഹിക്കുന്ന പോലെ ഈ വിവാഹം നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലായിടത്തും നീ എന്നെ തോൽപ്പിച്ചു. പഠനത്തിലും സ്പോർട്സിലും അങ്ങനെ എല്ലായിടത്തും നീ എന്നെ തോൽപ്പിച്ചു. എന്നാൽ ഇവിടെയും കൂടി ജയിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. മായ അവൾ എനിക്കുള്ളതാ. അവളോട് സ്നേഹമാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എപ്പോഴോ അവളോട് എനിക്കൊരു മോഹം തോന്നിയിരുന്നു. അതുകൊണ്ട് അവളെയെങ്കിലും നിന്റെ കയ്യിൽ നിന്നും എനിക്ക് സ്വന്തമാക്കണം. എൻ്റെ മുൻപിൽ ഒരിക്കലെങ്കിലും നീ ഒന്ന് തോൽക്കണം ദേവാ. ദേവന്റെ വണ്ടി കൺമുൻപിൽ നിന്നും മറഞ്ഞിട്ട് ഒത്തിരി നേരമായിട്ടും ദേവൻ പോയ വഴിയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു. അന്ന് ഹരി നേരെ പോയത് ഓഫീസിലേക്കായിരുന്നു. ക്യാബിനിലേക്ക് കയറി വരുമ്പോൾ അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ദേവനോടുള്ള ദേഷ്യം അപ്പോഴും അവൻ ശമിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഓഫീസിലും ഇരിക്കാനാവാതെ പുറത്തേക്കിറങ്ങി. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിലും അവൻ വണ്ടി മുൻപോട്ടെടുത്തു. കുറച്ച് മുൻപോട്ട് പോയപ്പോഴാണ് ഹരി മായയെ കാണുന്നത്. ഒരു വേള അവളോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ അവൾക്ക് അരികിലായി ചെന്ന് കാറ് നിർത്തി. മായയോ, ഇതെവിടെ പോകുന്നു? അവൻ വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. ഹരി, ഇതെവിടേക്കാ? മായ തിരിച്ചും ചോദിച്ചു. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നിന്റെ വണ്ടി എവിടെ പോയി? ഹരി ചോദിച്ചു. ഓ, അതൊന്നും പറയണ്ട, ഇറങ്ങാൻ നേരം വണ്ടി പണിമുടക്കി, മായ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. എന്നാൽ മായ വേണമെങ്കിൽ കയറിക്കോ, ഞാൻ റോഡിലിറക്കി തരാം. ഏയ് വേണ്ട ഹരി, നീ വീട്ടിലേക്കല്ലേ, ഞാനങ്ങ് നടന്നോളാം. മായയ്ക്ക് അവൻ്റെ കൂടെ വണ്ടിയിൽ കയറാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാ ശരി, ഞാനങ്ങ് ചെല്ലട്ടെ. മായേ. മായ അതും പറഞ്ഞ് നടക്കാനൊരുങ്ങുമ്പോഴാണ് ഹരി അവളെ പിന്നിൽ നിന്നും വിളിച്ചത്. എന്താ ഹരി? ഞാൻ കുറച്ചു മുൻപ് ദേവനെ കണ്ടിരുന്നു. നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു. ഹരി എന്നെ കല്യാണത്തിന് വിളിച്ചു. എന്നിട്ടും നീ എന്താ എന്നോട് അതേപ്പറ്റിയൊന്നും പറയാതെ പോകുന്നേ? കല്യാണത്തിന് വിളിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നോട് അതൊന്ന് പറയെങ്കിലും ചെയ്തൂടെ? ഒന്നുമില്ലേലും ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ നമ്മൾ? മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ഹരി കളിയായി മായയോട് ചോദിച്ചു. ഓ സോറി ഹരി, ഞാനത് ശരിക്കും വിട്ടുപോയതാ. നീ ഒന്നും വിചാരിക്കരുത്. ഈ മാസം 25-നാണ് വിവാഹം. അധികം ആരോടും പറയുന്നില്ല. എങ്കിലും നീ വരണം. മായ സ്നേഹത്തോടെ തന്നെ അവനെ കല്യാണത്തിന് ക്ഷണിച്ചു. ദേവനുമായുള്ള കല്യാണക്കാര്യം പറയുമ്പോൾ തന്നെ അവൾ അത്രയേറെ സന്തോഷവതിയാണെന്ന് ഹരിക്ക് തോന്നി. അവൻ്റെ ഉള്ളിൽ വീണ്ടും ദേഷ്യം ആളിക്കത്തി. ഒരു പുഞ്ചിരിയോടെ അവൾ നടന്നകലുമ്പോൾ ഹരി ദേഷ്യത്തിൽ സ്റ്റിയറിംഗിൽ ആഞ്ഞടിച്ചു. മായയുടെയും ദേവന്റെയും വിവാഹം ഉറപ്പിച്ചതറിഞ്ഞ ദേഷ്യത്തിലാണ് ഹരി വീട്ടിലേക്ക് കയറി ചെന്നത്. വീട്ടിലെത്തിയതും ആരെയും നോക്കാതെ ഒറ്റ പോക്കായിരുന്നു അവൻ മുറിയിലേക്ക്. മുറിയുടെ വാതിൽ ദേഷ്യത്തിൽ വലിച്ചടച്ചതും താഴെ അത് കണ്ടുകൊണ്ട് നിന്നിരുന്ന അമ്മയൊന്ന് ഞെട്ടി. എന്തോ ആവശ്യത്തിന് വീട്ടിലേക്ക് വന്ന അവൻ്റെ അച്ഛനും അതാണ് കാണുന്നത്. ഇല്ല ദേവാ, നിനക്ക് ഇത്തവണ എന്നെ ജയിക്കാൻ കഴിയില്ല. മായയെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിലും പ്രണയത്തിൻ്റെ ഈ കളിയിൽ നിന്നെ ജയിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇതുവരെയുള്ള എൻ്റെ എല്ലാ തോൽവികൾക്കും പകരമായി ഈ വലിയ കളിയിൽ ഞാൻ നിന്നെ തോൽപ്പിക്കും. അവളെയോർത്ത് നീ നീറി നീറിച്ചാവും.
ഹരി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവന്റെ വാതിലിൽ ആരോ തട്ടിയത്. അവൻ വാതിൽ തുറന്നു നോക്കിയതും വീട്ടിലെ ജോലിക്കാരിയാണ്. എന്താ? അവൻ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. മേഡം വിളിക്കുന്നുണ്ട്. അവന്റെ ദേഷ്യം കണ്ട് ആ സ്ത്രീ ചെറിയൊരു ഭയത്തോടെ തന്നെ പറഞ്ഞു. എന്തിന്? ഭക്ഷണം കഴിക്കാൻ. എനിക്ക് വിശക്കുന്നില്ല. പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് ഇനി ഇവിടേക്ക് വരരുത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും വാതിൽ വലിച്ചടച്ചു. ഹരിക്കുഞ്ഞിന് വിശക്കുന്നില്ല, വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴൊന്നും ഇനി വിളിക്കരുതെന്നും ആ സ്ത്രീ താഴെ വന്ന് അവന്റെ അമ്മയോട് പറഞ്ഞു. സാരമില്ല, വിശക്കുമ്പോൾ വന്ന് കഴിച്ചോളൂ. നീ ചെന്ന് നിന്റെ പണി നോക്ക്. ഹരി പുറത്തുനിന്നും എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകുമെന്ന് കരുതിയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവരവനെ നിർബന്ധിച്ചില്ല. പക്ഷേ രാത്രിയും അവൻ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. മാതാപിതാക്കളെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു ഹരിയുടെ പദ്ധതി. ഹരി, നിനക്കെന്താ പറ്റിയത് മോനെ? വാതിൽ തുറക്ക്. എന്താണെങ്കിലും നമുക്ക് പരിഹാരം കാണാം. വാതിലിൽ തട്ടിക്കൊണ്ട് അവന്റെ അമ്മ പറഞ്ഞു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്നാണ് അമ്മ കരുതിയത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ, ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. വീണ്ടും വാതിലിൽ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ട് ഹരി പറഞ്ഞു. നീ കുറേ നേരമായല്ലോ ഒറ്റയ്ക്കിരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും വരാതെ ഇങ്ങനെ തനിച്ചിരിക്കാൻ മാത്രം എന്തു പ്രശ്നാ നിനക്ക്? വെറുതെ കളിക്കാതെ വാതിൽ തുറക്ക് ഹരി. അമ്മ വീണ്ടും പറഞ്ഞതും അവൻ മെല്ലെ വാതിൽ തുറന്നു. എന്താ മോനെ കാര്യം? എന്താണെങ്കിലും പറയൂ. കാര്യം എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാം, അവന്റെ അച്ഛൻ പറഞ്ഞു. അതെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിന്റെ അച്ഛൻ ശരിയാക്കി തരും മോനെ, അമ്മയും പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കില്ലേ? പിന്നെന്താ? അമ്മേ, ഞാൻ വീണ്ടും ദേവനോട് തോറ്റു. അവൻ എന്നെ വീണ്ടും തോൽപ്പിച്ചു കളഞ്ഞു. അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവന്റെ അച്ഛനും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. മായ, അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ദേവൻ ഇപ്പോൾ അവളെ വിവാഹം കഴിക്കാൻ പോവാണ്. എനിക്കിത് സഹിക്കാൻ വയ്യ, ഹരി പറഞ്ഞു. അപ്പോൾ മായ, അവൾ നിന്നെ സ്നേഹിക്കുന്നില്ലേ? അവൾ ഇതിന് സമ്മതിച്ചോ? അവന്റെ അമ്മയാണത് ചോദിച്ചത്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചതും വളർന്നതും. ഞങ്ങൾ ഇതുവരെ പരസ്പരം ഒന്നും മറച്ചു വെച്ചിട്ടില്ല. മായ എന്നോട് എല്ലാം പറയാറുണ്ട്. അവൾ പറഞ്ഞതിൽ നിന്ന് എനിക്കറിയാമായിരുന്നു അവൾക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എന്നുവെച്ചാ അവൾ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിന്നെ ഇഷ്ടമാണെന്ന്? അച്ഛൻ ചോദിച്ചു. പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ അവൾക്ക് വല്ലാത്ത ശ്രദ്ധയായിരുന്നു. അങ്ങനെ എന്നോട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെന്തിനാ അവൾ എൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം ശ്രദ്ധിക്കുന്നേ? ഹരി പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവൾ എന്തിനാ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അമ്മ ചോദിച്ചു. അത് അവൾക്ക് അവളുടെ കുടുംബമെന്ന് വെച്ചാൽ ജീവനാണ്. അവരെ മറന്നുകൊണ്ട് അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയില്ല. പിന്നെ അവര് സാധാരണക്കാരാണ്. നമ്മളെപ്പോലുള്ളവരുമായി അവരൊരിക്കലും ചേരില്ലെന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു. അവളുടെ വീട്ടുകാരുടെ സന്തോഷത്തിനും ഇഷ്ടത്തിനും വേണ്ടി അവൾ മനഃപൂർവ്വം എല്ലാം സഹിക്കാണ്. ഹരി കള്ളക്കണ്ണീർ ഒഴുക്കി. നമുക്കൊന്ന് അവിടം വരെ പോയി സംസാരിച്ചാലോ? മകന്റെ കരച്ചിൽ കണ്ട് ആ അമ്മ പറഞ്ഞു. പക്ഷേ അവളുടെ കല്യാണം ഉറപ്പിച്ചമ്മേ. ഈ മാസം 25-നാണ്, അവൻ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവളുടെ വീട് എവിടെയാണ്? അച്ഛനാണ് അത് ചോദിച്ചത്. അത് അച്ഛനറിയാം. വടക്കേലെ പ്രഭാകരേട്ടനില്ലേ, അവരുടെ മൂത്ത മകളാണ് മായ. ഹരി അത് പറഞ്ഞതും അവന്റെ അച്ഛന്റെ മുഖം ചുളിഞ്ഞു. അവരോ? അതെ അച്ഛാ. അത് പറഞ്ഞതും അവൻ തല കുനിച്ചു കളഞ്ഞു. ഹരി, എന്തായാലും നീ ഇത് മറന്നേക്ക്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പറയാൻ നേരം വൈകി. ഇപ്പോൾ അവളുടെ കല്യാണവും ഉറപ്പിച്ചു. ഇനിയും എന്തിനാണ് നീ അവളുടെ പിന്നാലെ പോകുന്നത്? അവളെക്കാളും എത്രയോ നല്ല പെൺകുട്ടികളെ നിനക്ക് കിട്ടും. അമ്മ ഹരിയോട് അതും പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അമ്മ പോയെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ അച്ഛൻ്റെ അരികിലേക്ക് നടന്നു. അച്ഛാ, ദേവന്റെ അടുത്ത് ഞാൻ എപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ. ഇവിടെ കൂടി തോൽക്കാൻ എനിക്ക് വയ്യ. അവളോടുള്ള ഇഷ്ടത്തേക്കാൾ എനിക്കിപ്പോൾ പ്രധാനം ദേവനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന. അച്ഛൻ്റെ മോനാ ഞാൻ. എന്നെ ജയിപ്പിക്കാൻ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കില്ലേ? ഹരി ചോദിച്ചതും അയാൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ തോളിൽ തട്ടി. നീ ധൈര്യമായിരിക്ക് ഹരി. എന്തു വന്നാലും ഇവിടെ നീ ജയിച്ചിരിക്കും. അയാൾ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അച്ഛൻ്റെ നാവിൽ നിന്നും അങ്ങനെയൊരു വാക്ക് കേട്ടപ്പോൾ അവന് വല്ലാത്ത ആശ്വാസം തോന്നി. ഇനിയെല്ലാം അച്ഛൻ നോക്കിക്കോളും എന്ന ധൈര്യമായിരുന്നു അവന്. മായയുടെ അച്ഛന് കവലയിൽ ചെറിയൊരു പലചരക്കു കടയായിരുന്നു. കടയുടെ മുൻപിൽ പെട്ടെന്നൊരു കാറ് വന്നു നിർത്തിയതും അയാൾ പുറത്തേക്കൊന്ന് എത്തി നോക്കി.
കാറിൽ നിന്നും ഇറങ്ങിയത് മഹാദേവനാണെന്ന് കണ്ട് പ്രഭാകരന്റെ മുഖമൊന്ന് ചുളിഞ്ഞു. കവലയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ടെങ്കിലും തന്റെ കടയുടെ മുൻപിൽ വണ്ടി നിർത്തിയതായൊരു ഓർമ്മ ഇതുവരെയില്ല. വണ്ടിയിൽ നിന്നിറങ്ങിയ അയാൾ തന്റെ കടയിലേക്ക് കയറിയതും അയാളുടെ നെറ്റിയിൽ ചുളിവ് വീണു. "എന്താ പ്രഭാകര, ഓർമ്മയുണ്ടോ?" മഹാദേവൻ ചോദിച്ചു. "അതെന്താ അങ്ങനെയൊരു വർത്തമാനം? അല്ല, എന്താ ഇപ്പോ ഇങ്ങോട്ടേക്ക്?" പ്രഭാകരൻ ചെറുതല്ലാത്തൊരു ബഹുമാനത്തോടു കൂടി തന്നെ പറഞ്ഞു. ചെറിയൊരു കാര്യമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ഇവിടെ വെച്ച് വേണ്ട, ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് പുറത്തേക്കിറങ്ങാം." അതും പറഞ്ഞ് മഹാദേവൻ പുറത്തേക്കിറങ്ങിയതും കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ പ്രഭാകരൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു. "എന്താ, തനിക്ക് എൻ്റെ കൂടെ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?" മഹാദേവൻ തിരിഞ്ഞു നോക്കി അത് ചോദിച്ചതും അതിലെവിടെയോ ഒരു ഭീഷണിയുടെ സ്വരമില്ലേ എന്നയാൾക്ക് തോന്നി. "ഏയ് ഇല്ല, ദാ വരുന്നു. കൃഷ്ണേട്ടാ, ഒരു 10 മിനിറ്റ്, ഞാനിപ്പോ വരാം. ഈ കടയൊന്ന് നോക്കിയേക്കണേ." അതും പറഞ്ഞുകൊണ്ട് അയാൾ മഹാദേവന് പിന്നാലെ ചെന്ന് കാറിൽ കയറി. അവർ നേരെ ചെന്നത് അയാളുടെ തന്നെ ഒരു ഹോട്ടലിലേക്കായിരുന്നു. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഏകദേശം 15 മിനിറ്റോളം സമയമെടുത്തിരുന്നു. മഹാദേവന് പിന്നാലെ നടക്കുമ്പോഴും കാറിൽ കയറുമ്പോഴും അയാളുടെ ഹൃദയം അതിശക്തിയിൽ മിടിക്കുന്നുണ്ടായിരുന്നു. കൈകാലുകൾ തളരുന്നത് പോലെ, കാതുകൾ ആരോ കൊട്ടിയടച്ചതുപോലെ. അയാൾ കവല എത്തുന്നതുവരെ ഒരേ ഇരുത്തമിരുന്നു. കടയ്ക്ക് മുൻപിലായി വണ്ടി നിർത്തിയതും അയാൾ പതിയെ ഡോർ തുറന്നിറങ്ങി. "പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? എന്നെ അനുസരിച്ചാൽ നിങ്ങളുടെയും നിങ്ങളുടെ 2 പെൺമക്കളുടെയും ജീവിതം സുരക്ഷിതമായിരിക്കും. എൻ്റെ മകന് നിങ്ങളുടെ മകളെ ജീവനാണ്. അതുകൊണ്ട് അവളെ ഒന്ന് നുള്ളി പോലും ആരും വേദനിപ്പിക്കില്ല. എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്ത് അവളെ ഞങ്ങൾ നോക്കും. ഇനി അതല്ല, എതിർക്കാനാണ് തീരുമാനമെങ്കിൽ പ്രഭാകര, താൻ വിവരമറിയും. തൻ്റെ 2 പെൺമക്കളുടെയും ശ്വാസം ഞാനിങ്ങെടുക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ എന്നെ. ഒരാളെ കൊന്നു കുഴിച്ചു മൂടിയാൽ പോലും എന്നോട് ആരും ചോദിക്കാൻ വരില്ല. നന്നായി ഒന്ന് ആലോചിച്ചു നോക്ക്. എന്നെ അനുസരിച്ചാൽ നിങ്ങൾക്കിനി സ്വർഗമായിരിക്കും. കാരണം എൻ്റെ മോൻ്റെ ജീവനായിപ്പോയി നിങ്ങളുടെ മകൾ. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഇതിപ്പോ ആരും അറിയണ്ട. കല്യാണത്തിൻ്റെ അന്ന് അറിഞ്ഞാൽ മതി എല്ലാവരും. കേട്ടല്ലോ? അപ്പോ ശരി, കാണാം." പ്രഭാകരന് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞതും മഹാദേവന്റെ കാറ് മുൻപോട്ടേക്ക് ചീറിപ്പാഞ്ഞു. "അത് മഹാദേവൻ സാർ അല്ലേ? നീ സാറിൻ്റെ കൂടെ എവിടെ പോയതാ?" അയാൾ നീറുന്ന മനസ്സുമായി കടയിലേക്ക് കയറി വന്നതും കൃഷ്ണേട്ടൻ ചോദിച്ചു. "അത് ലോണിൻ്റെ ഒരാവശ്യത്തിന്." അയാൾക്ക് അപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. "ആ ശരിയാ, മോളെ കല്യാണം ആവാനായില്ലേ? ഇനി പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ടാവും." കൃഷ്ണേട്ടൻ അത് പറഞ്ഞതും അയാൾ വെറുതെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. "നല്ല തലവേദന, ഞാനൊന്ന് വീട്ടിൽ പോയി കുറച്ചു നേരം കിടക്കട്ടെ." അതും പറഞ്ഞുകൊണ്ട് അയാൾ കടയടച്ച് വീട്ടിലേക്ക് നടന്നു. അയാളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്തു ചെയ്യും ദൈവമേ ഞാൻ? ഒരു ഭാഗത്ത് എൻ്റെ മോളും അവളുടെ ഇഷ്ടവും, മറുഭാഗത്ത് എന്തും ചെയ്യാൻ മടിക്കാത്ത അയാളും. അയാളെ അനുസരിച്ചില്ലെങ്കിൽ അയാൾ തന്നെയും തൻ്റെ കുടുംബത്തെയും ജീവിക്കാൻ സമ്മതിക്കില്ല. തനിക്കാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് തൻ്റെ പെൺമക്കളെ വെച്ചാണ് അയാൾ കളിക്കുന്നത്. പോലീസിൽ പറഞ്ഞാലോ? എന്നിട്ടെന്ത് കാര്യം? പോലീസും അയാളുടെ ഭാഗത്താണല്ലോ. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അയാൾ. അയാളെ എതിർത്താൽ അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. എന്തു ചെയ്യും? ആരാണ് തന്നെയൊന്ന് സഹായിക്കുക? ആരോടാണ് താനൊന്ന് പറയുക? ആരോടും പറയരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്?" അയാൾക്ക് നെഞ്ചിന് വല്ലാത്ത ഭാരം തോന്നി. വീട്ടിലെത്തിയതും അയാളുടെ വിളറിയ മുഖഭാവം കണ്ട് എന്തു പറ്റിയെന്ന് ചോദിച്ച ഭാര്യയോട് "ഒന്നുമില്ല, ചെറിയൊരു തലവേദനയാണെന്നും പറഞ്ഞ് മുറിയിൽ കയറി കിടന്നു. അപ്പോഴും അയാളുടെ ചിന്ത മായയെയും ദേവനെയും കുറിച്ചായിരുന്നു. വർഷങ്ങളായി സ്വപ്നം കണ്ട് നടക്കുന്നൊരു ജീവിതം. ഇരു വീട്ടുകാരും എല്ലാം പറഞ്ഞുറപ്പിച്ച് കല്യാണത്തിന് ദിവസവും കണ്ട ശേഷം താൻ ഇതെങ്ങനെ എല്ലാവരോടും പറയും? ഇപ്പോൾ ഒളിപ്പിച്ചു വെച്ചാലും കല്യാണത്തിൻ്റെ അന്ന് എല്ലാവരും എല്ലാം അറിയും. ദേവനോടൊത്തൊരു ജീവിതം സ്വപ്നം കണ്ട അവൾ ദേവന് പകരം ഹരിയാണെന്ന് അറിയുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? ദൈവമേ, എൻ്റെ കുഞ്ഞ് ഇതെങ്ങനെ സഹിക്കും?" നെഞ്ചും തടവിക്കൊണ്ട് കട്ടിലിൽ മലർന്നു കിടക്കുന്ന അയാളെയും കണ്ടാണ് അവളുടെ അമ്മ മുറിയിലേക്ക് വന്നത്. "എന്താ, എന്തുപറ്റി? നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ?" അയാൾക്കരികിൽ വന്നിരുന്നു കൊണ്ട് അയാളുടെ ഭാര്യ ചോദിച്ചു. "ഏയ് ഒന്നുമില്ല, കല്യാണം ഇങ്ങ് അടുത്തില്ലേ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച്." അയാൾ എങ്ങോ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. "എന്തിനാ ഇത്ര ടെൻഷൻ? പൊന്നിൻ്റെ കാര്യമെല്ലാം ശരിയായില്ലേ? പിന്നെന്താ?" "പിന്നെ ദേവൻ, അവൻ നല്ലവനാ. നമുക്കറിയാവുന്നതല്ലേ അവനെ. അവൻ്റെ അച്ഛനും നല്ല കൂട്ടരാ. അല്ലെങ്കിൽ ഒന്നും വേണ്ട, മായയെ മാത്രം മതിയെന്ന് പറയില്ലല്ലോ. എല്ലാം അവളുടെ ഭാഗ്യം."
അവരൊരു ആശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. പക്ഷേ അയാളുടെ മനസ്സ് അപ്പോൾ നെരിപ്പോടിലെന്ന വണ്ണം എരിയുകയായിരുന്നു. അതെ, അവർ നല്ല കൂട്ടരാണ്. അയാളും പതിയെ പറഞ്ഞു. നീ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇങ്ങെടുക്ക്. നല്ല വേദനയുണ്ടോ? മരുന്ന് എടുക്കണോ? അവർ ആദിയോടെ ചോദിച്ചു. ഏയ് വേണ്ട, ചായ മാത്രം മതി. കുറവില്ലെങ്കിൽ പിന്നെ കുടിക്കാം. അയാൾക്കറിയാമായിരുന്നു ഈ തലവേദനയുടെ കാരണം മഹാദേവനും അയാളുടെ മകനുമാണെന്ന്. ഇത്തരം ദുഷ്ടന്മാരുടെ അടുത്തേക്ക് താൻ എങ്ങനെയാണ് ദൈവമേ തൻ്റെ കുഞ്ഞിനെ പറഞ്ഞയക്കുന്നത്? അവൻ അവളോട് സ്നേഹമുണ്ടെന്ന് പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ എന്തോ മനസ്സ് അവരോട് ഒട്ടും പൊരുത്തപ്പെടുന്നില്ല. അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. അതുപോലെ ദേവനോടും അവൻ്റെ അച്ഛനോടും താൻ എന്തു പറയും? ഇതറിയുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും? ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടാത്തതുപോലെ അയാൾക്ക് തല പെരുക്കാൻ തുടങ്ങി. മായയുടെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതിരുന്ന അയാൾ അന്ന് തലവേദനയാണെന്നും പറഞ്ഞ് രാത്രിയിൽ ഭക്ഷണം പോലും കഴിക്കാതെ മുറിയിൽ തന്നെ ചുരുണ്ടുകൂടി. രാത്രിയിൽ മായ തൻ്റെ അരികിൽ വന്നിരിക്കുന്നതും നെറ്റിയിൽ കൈ ചേർത്ത് വെക്കുന്നതുമെല്ലാം ഉറക്കം നടിച്ചു കിടന്നിരുന്ന അയാൾ അറിയുന്നുണ്ടായിരുന്നു. അവൾ മുറിയിൽ നിന്നും പോയപ്പോൾ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അയാൾ അമർത്തി തുടച്ചു. പിറ്റേന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് പോയി നോക്കുമ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറാണ്. പെട്ടെന്നാണ് ട്രൂ കോളർ കണക്റ്റായത്. അതിൽ മഹാദേവൻ എന്ന പേര് കണ്ടതും അയാളുടെ നെഞ്ചൊന്ന് കാളി. ഇയാളിപ്പോൾ എന്തിനാ ഈശ്വര വിളിക്കുന്നത് എന്ന ചിന്തയോടെയാണ് അയാൾ ഫോണെടുത്തത്. വൈകുന്നേരം 4 മണിക്ക് അന്ന് കണ്ട ഹോട്ടലിൽ വെച്ച് ഒന്നുകൂടി കാണണമെന്ന് പറയാനാണ് അയാൾ വിളിച്ചത്. അവിടെ എത്തിയിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ വിളിച്ചാൽ മതിയെന്ന് പറയുന്നതിൻ്റെ കൂടെ ഈ വിവരം മറ്റാരും അറിയരുതെന്ന് പ്രത്യേകം പറയാനും മഹാദേവൻ മറന്നിരുന്നില്ല. ഇനി എന്താണാവോ അടുത്തത് എന്ന വെപ്രാളത്തോടെയാണ് അയാൾ ഹോട്ടലിലേക്ക് ചെന്നത്. അവിടെ എത്തിയതും നേരത്തെ വിളിച്ചിരുന്ന നമ്പറിലേക്ക് അയാൾ തിരിച്ചു വിളിച്ചു. മഹാദേവൻ പറഞ്ഞതനുസരിച്ച് അകത്തേക്ക് ചെന്നതും കണ്ടു മഹാദേവനെയും അയാൾക്കൊപ്പം ഇരിക്കുന്ന ദേവന്റെ അച്ഛനെയും. ദേവന്റെ അച്ഛൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ വല്ലാത്തൊരു അവസ്ഥയിലാണെന്ന്. അതിനർത്ഥം അയാൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. അയാളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ദേവന്റെ അച്ഛൻ വല്ലാത്തൊരു ദയനീയതയോടെ മായയുടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾക്കും തിരിച്ചെന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ രണ്ടു കൂട്ടർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എൻ്റെ മകൻ ഹരിക്ക് മായയെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവരുടെ വിവാഹം നടക്കണം. അതിനുവേണ്ടി നിങ്ങൾ രണ്ടു കൂട്ടരും എന്നോട് സഹകരിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യേണ്ടി വരും. എനിക്കതൊരു ബുദ്ധിമുട്ടല്ല, പക്ഷേ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും. മഹാദേവൻ ഒരു ഭീഷണിയുടെ സ്വരത്തോടെ പറഞ്ഞു നിർത്തിയതും അയാളുടെ മുൻപിലിരിക്കുന്ന മറ്റു 2 മനുഷ്യർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം പണവും പിടിപാടുമുള്ള വലിയ കോടീശ്വരൻ. അയാൾ എന്ത് ചെയ്താലും അയാളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നല്ല ബോധ്യം അവർക്കുണ്ടായിരുന്നു. ദേവൻ ജോലി ചെയ്യുന്ന കമ്പനി മഹാദേവന്റെ അടുത്ത സുഹൃത്തിൻ്റെതാണെന്നും അവൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ഇല്ലാത്ത കേസുണ്ടാക്കി അവനെ ജയിലിൽ അടയ്ക്കുമെന്നും പറഞ്ഞായിരുന്നു ദേവന്റെ അച്ഛനെ അയാൾ ഭീഷണിപ്പെടുത്തിയത്. കൂട്ടത്തിൽ ദേവൻ കല്യാണത്തിൽ നിന്നും പിന്മാറിയാൽ നല്ലൊരു തുക ഓഫർ ചെയ്യുകയും ചെയ്തിരുന്നു. തൻ്റെ മകൻ്റെ ഇഷ്ടം വിറ്റു കിട്ടിയ പണം തനിക്ക് ആവശ്യമില്ലെന്നും അമ്മയില്ലാതെ വളർത്തിയ തൻ്റെ പൊന്നുമോൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഈ കല്യാണത്തിൽ നിന്നും പിന്മാറുകയാണ് എന്നും ദേവന്റെ അച്ഛൻ പറഞ്ഞു. കൂട്ടത്തിൽ കല്യാണം വരെ ദേവനും മായയും ഇതിനെപ്പറ്റി ഒന്നും അറിയരുതെന്ന ശാസനയോടെയുമാണ് മഹാദേവൻ അന്ന് അവരെ അവിടെ നിന്നും പറഞ്ഞയച്ചത്. മക്കളുടെ ജീവിതം തകരുന്നത് ഓർത്ത് ആ 2 പിതാക്കളും വല്ലാത്ത മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നു. കല്യാണത്തിന് ഇനി അധിക ദിവസമില്ല. അതുവരെയും ദേവനും മായയും അവരുടേതായ ലോകത്തായിരുന്നു. അവർ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ വീണ്ടും കണ്ടു. കല്യാണം വരെ അവരൊന്നും അറിയാതെ സന്തോഷിക്കട്ടെ. എന്നാൽ കല്യാണത്തിൻ്റെ അന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് നീ ആയിരിക്കും. അതിനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് മഹാദേവൻ ഹരിയോട് പറയുമ്പോൾ ദേവനുമേൽ വിജയം നേടിയതുപോലെ ഒരു സന്തോഷമായിരുന്നു ഹരിക്ക്. അങ്ങനെ ദേവന്റെയും മായയുടെയും ജീവിതം മാറ്റിമറിച്ച ആ ദിവസം വന്നെത്തി. അവരുടെ കല്യാണ ദിവസം. അന്ന് ദേവനും മായയും എന്നത്തേക്കാളേറെ സന്തോഷത്തിലായിരുന്നു. തലേന്ന് രാത്രി കൂടി ഒരുപാട് നേരം സംസാരിച്ചിരുന്ന ശേഷമാണ് അവർ ഉറങ്ങിയത്. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങായിരുന്നു അത്. തൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്ന മകൻ്റെ തലയിലായി 2 കൈകളും ചേർക്കുമ്പോൾ ആ അച്ഛൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിലെ പ്രയാസമാവാം ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നനവ് ഊറി നിന്നിരുന്നു.
ഇനിയുള്ള നിമിഷങ്ങൾ എന്തായിരിക്കുമെന്ന് അയാൾക്ക് ചിന്തിക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല. നന്നായി വരട്ടെ എന്നു പറഞ്ഞുകൊണ്ട് അയാൾ അവൻ്റെ തലയിൽ നിന്നും കൈകളെടുത്തു. അവൻ്റെ 2 കസിൻസിൻ്റെ കൂടെയാണ് അവൻ കാറിൽ കയറിയത്. അവൻ്റെ കാർ കൺമുന്നിൽ നിന്നും മറയുമ്പോൾ ആ അച്ഛന് അറിയാമായിരുന്നു, മായയുടെയും ഹരിയുടെയും കല്യാണം കഴിയാതെ ആ കാറ് മായയുടെ വീട്ടിലെത്തില്ലെന്ന്. അയാൾക്ക് തല വെട്ടിപ്പൊളിയുന്നതുപോലെ തോന്നി. അവൻ്റെ കാറിനു പിന്നാലെ തന്നെ ദേവൻ്റെ അച്ഛനും കുറച്ചുപേരും മറ്റൊരു കാറിൽ അവിടെ നിന്നിറങ്ങി. ഈ കല്യാണം ഒരിക്കലും നടക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അധികം ആരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നില്ല. ദേവൻ്റെ കാർ പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അവൻ്റെ മുഖത്തേക്ക് തണുത്ത ഒരിളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവൻ്റെ ചിന്തകൾ അത്രയും മായയെക്കുറിച്ചായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടെ അവൾ തനിക്ക് സ്വന്തമാകാൻ പോകുന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴാണ് ദേവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അമ്മാവൻ്റെ നമ്പറാണെന്ന് കണ്ടതും അവൻ വേഗം ഫോണെടുത്തു. മറുഭാഗത്തു നിന്നും കേട്ട വാർത്തയിൽ അവൻ്റെ ശ്വാസം പോലും ഒരു നിമിഷം നിന്നുപോയി. തൻ്റെ അച്ഛൻ സഞ്ചരിച്ച കാർ ആക്സിഡന്റ് ആയിരിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയിൽ അവനൊരു തളർച്ചയോടെ സീറ്റിലേക്ക് ചാരിയിരുന്നു. ദേവൻ വാച്ചിലേക്ക് നോക്കി. മുഹൂർത്തമാവാനായിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അവൻ വേഗം മായയുടെ നമ്പറിലേക്ക് വിളിച്ചു. അത് സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടതും അവളുടെ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അതിൽ കോൾ പോകുന്നുണ്ട്, പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല. വീണ്ടും വീണ്ടും അവൻ വിളിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ കല്യാണത്തിരക്കിൽ ആയതുകൊണ്ടാവാം എന്നവൻ കരുതി. എന്ത് ചെയ്യും ദൈവമേ, എങ്ങനെ അവരെ അറിയിക്കും? അവൻ വേഗം തന്നെ അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചു കാര്യം പറഞ്ഞു. മായയുടെ വീട്ടിൽ കാര്യങ്ങൾ അറിയിക്കണമെന്നും താൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നും പറഞ്ഞവൻ ഫോൺ വയ്ക്കുമ്പോൾ അവൻ്റെ നെഞ്ച് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. പിന്നീടൊരു നിമിഷത്തേക്ക് അവൻ മായയെക്കുറിച്ച് ഓർത്തതേയില്ല. തൻ്റെ അച്ഛന് ഒന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയായിരുന്നു അവൻ്റെ ഉള്ളിൽ നിറയെ. വണ്ടി എങ്ങനെയോ ഹോസ്പിറ്റലിൽ എത്തിയതും അവൻ ഇറങ്ങി കാഷ്വാലിറ്റി ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടി. ദേവൻ്റെ അച്ഛനായിരുന്നു കൂടുതൽ പരിക്ക് പറ്റിയിരുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ വേഗം ICUവിലേക്ക് മാറ്റി. അവരുടെ കൂടെയുണ്ടായിരുന്ന 2 അമ്മാവന്മാർക്കും ചെറുതല്ലാത്ത പരിക്കുണ്ട്. എങ്കിലും ബോധം നഷ്ടമായിട്ടില്ല. അവൻ ICUവിൻ്റെ വാതിൽക്കൽ കണ്ണീരോടെ നിന്നു. തനിക്ക് വേണ്ടി മാത്രം ജീവിച്ച തൻ്റെ അച്ഛനാണ്, ആ മനുഷ്യനാണ് ഇന്ന് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടക്കുന്നത്. ഹൃദയം നിറഞ്ഞ വേദനയിൽ അവൻ പരിസരം പോലും നോക്കാതെ പൊട്ടിക്കരഞ്ഞു. അതേസമയം മായയുടെ വീട്ടിൽ വരനും വീട്ടുകാരനും എത്താത്തതിൻ്റെ ആശങ്കയിലായിരുന്നു എല്ലാവരും. മായയുടെ അച്ഛന് മാത്രം അവർ വരില്ലെന്നറിയാം. പക്ഷേ ആക്സിഡന്റ് നടന്ന കാര്യം അറിഞ്ഞിട്ടില്ല. ദേവേട്ടൻ ഇതെവിടെ പോയി കിടക്കുക? സമയമായിട്ടും ദേവനെയും വീട്ടുകാരെയും കാണാതെ മായ തൻ്റെ മുറിയിലേക്ക് തന്നെ ചെന്നു. അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു. അവൾ മേശമേൽ വെച്ച തൻ്റെ ഫോൺ എടുത്തു നോക്കുമ്പോൾ അത് സ്വിച്ച്ഡ് ഓഫ് ആണ്. ഇതെങ്ങനെ ഓഫായി? ഇതിൽ ചാർജ് ഉണ്ടായിരുന്നല്ലോ എന്നോർത്തുകൊണ്ടാണ് അവൾ ഫോൺ ഓണാക്കിയത്. ഓണാക്കിയതും കണ്ടു ദേവൻ്റെ 2 മിസ്ഡ് കോൾ അലേർട്ട്. അവൾ വേഗം ദേവനെ വിളിച്ചു നോക്കി. അപ്പോഴേക്കും അവൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. വീണ്ടും വിളിച്ചു നോക്കിയപ്പോഴും അത് തന്നെ. അവൾ മുറിക്ക് പുറത്തെത്തിയതും കേൾക്കുന്നത് ദേവൻ്റെ അച്ഛൻ്റെ ആക്സിഡന്റ് വാർത്തയാണ്. കുറച്ച് സീരിയസ് ആണെന്നും കൂടി കേൾക്കുന്നു. അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളത് അച്ഛനാണ്. ആ അച്ഛന് ഇങ്ങനെ പറ്റിയെന്നറിഞ്ഞാൽ ദേവേട്ടൻ ഇതെങ്ങനെ സഹിക്കും? അവൾക്ക് ആ നിമിഷം തന്നെ ദേവനെ കാണണമെന്ന് തോന്നി. അപ്പോഴും ഇതെല്ലാം അറിഞ്ഞ ഞെട്ടലിലായിരുന്നു മായയുടെ അച്ഛൻ. ഇനി ഇതെല്ലാം മഹാദേവന്റെ പണിയാണോ എന്ന ആശങ്ക അയാളിൽ നിറഞ്ഞു നിന്നു. ഇതുവരെയും തോന്നാത്ത ഒരു തരം പേടി അയാളെ പിടിമുറുക്കുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. മായ വേഗം ചെന്ന് കല്യാണവേഷം മാറി സാധാരണ ഒരു കോട്ടൺ ചുരിദാർ ഇട്ടുകൊണ്ട് പുറത്തേക്ക് വന്നു. എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അച്ഛാ, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവണം. എനിക്ക് ദേവേട്ടനെ കാണണം. അവൾ പറഞ്ഞതും അയാളൊന്ന് ചുറ്റും നോക്കി. മഹാദേവനും ഹരിയും അയാളുടെ ആളുകളുമൊന്നും എത്തിയിട്ടില്ല. അയാൾ അവളോട് പോകാമെന്നും പറഞ്ഞ് അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്നതും കാണുന്നത് ICUവിന് മുൻപിൽ എല്ലാം തകർന്നവനെ പോലെ നിൽക്കുന്ന ദേവനെയാണ്. അവൾ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അവളെ കണ്ടതും ദേവൻ്റെ സങ്കടം ഇരട്ടിച്ചു. അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. എന്താ പറ്റിയത് ദേവേട്ടാ? ഡോക്ടർ എന്താ പറഞ്ഞേ? അവൾ ആവലാതിയോടെ ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല, പറയാനായിട്ടില്ല എന്ന് പറഞ്ഞു. പറയുമ്പോൾ അത്രയേറെ സങ്കടം അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അച്ഛൻ എന്നെ തനിച്ചാക്കി പോവോ മായേ? അവൻ്റെ സ്വരം വീണ്ടും വിറച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ അത്രയും അച്ഛനൊന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയായിരുന്നു.
4-5 മണിക്കൂറുകൾക്ക് ശേഷം കൂടെയുണ്ടായിരുന്നവരെ വാർഡിലേക്ക് മാറ്റി. അവർ പറയുന്നത് ആ ലോറി മനഃപൂർവ്വം വന്നിടിച്ചതുപോലെ ഉണ്ടെന്നാണ്. മായയ്ക്കും ദേവനും ഡ്രൈവറുടെ അശ്രദ്ധ പോലെ തോന്നിയപ്പോൾ മായയുടെ അച്ഛന് സംഭവം വ്യക്തമായിരുന്നു. മഹാദേവൻ, അയാളാണ് ഇതിന്റെ പിന്നിലെന്ന് അവളുടെ അച്ഛന് മനസ്സിലായി. ഹരിയുമായുള്ള കല്യാണം നടന്നില്ലെങ്കിൽ അയാൾ തന്റെ 2 പെൺമക്കളുടെയും ജീവിതം തകർക്കുമെന്ന് അയാൾക്ക് തോന്നി. പിന്നീട് 2 ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടന്ന ശേഷം ദേവന്റെ അച്ഛൻ മരണത്തിന് കീഴടങ്ങി. ആ 2 ദിവസവും ദേവന് ആശ്വാസമായി മായയുണ്ടായിരുന്നു കൂടെ. പക്ഷേ അച്ഛന്റെ മരണം ദേവനെ തീർത്തും തകർത്തു കളഞ്ഞിരുന്നു. അവൻ അച്ഛന്റെ മുറിയിൽ തന്നെ അധികവും ചുരുണ്ടുകൂടി. അതിനിടയിൽ മഹാദേവൻ മായയ്ക്ക് ഒരു കല്യാണാലോചനയുമായി വന്നു. വേറെയാർക്കും വേണ്ടിയല്ല, ഹരിക്ക് വേണ്ടി തന്നെ. താൻ ആലോചനയുമായി വരുമ്പോൾ അതിന് സമ്മതിക്കണമെന്ന് മഹാദേവൻ അയാളോട് ചട്ടം കെട്ടിയിരുന്നു. അത് കേട്ടതും മായയ്ക്ക് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഹരിയുമായുള്ള വിവാഹത്തിന് തന്റെ അച്ഛൻ കൂടി നിർബന്ധിച്ചപ്പോഴാണ് അവൾക്ക് ശരിക്കും സങ്കടം വന്നത്. അവളുടെ അമ്മയും അനിയത്തിയും അച്ഛനിൽ വന്ന മാറ്റം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇനിയും അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന അവസ്ഥ വന്നപ്പോൾ അവൾ ദേവനെ വിളിച്ചു വരുത്തി അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. അതെല്ലാം കണ്ട് ഭയപ്പെട്ട അവളുടെ അച്ഛൻ വണ്ടിയെടുത്ത് അവർക്ക് പിറകെ തന്നെ പോയി. കുറച്ചു മുൻപോട്ട് പോയതും കണ്ട കാഴ്ചയിൽ അയാൾ ഞെട്ടി വിറച്ചു പോയി. കുതറി മാറാൻ ശ്രമിക്കുന്ന മായയെ 2 പേര് പിടിച്ചു വെക്കുന്നുണ്ട്. ബാക്കിയുള്ള 4-5 പേര് ചേർന്ന് ദേവനെ മർദ്ദിക്കുകയാണ്. അധികം ആൾസഞ്ചാരമുള്ള റോഡല്ലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അവിടെ. പെട്ടെന്നാണ് അവർ മായയുടെ അച്ഛനെ കണ്ടത്. അയാളെ കണ്ടതും ദേവനെ ഒന്നുകൂടി ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അവർ വണ്ടിയിൽ കയറിപ്പോയി. അയാൾ അരികിലേക്ക് ചെന്നതും കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ദേവനെയാണ്. അവൻ അരികിലായി ഇരുന്നുകൊണ്ട് മായ അലറിക്കരയുന്നുണ്ട്. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കെ ഒരുമിച്ച് കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവാതെ അവന്റെ ശ്വാസം നിലച്ചു. ശ്വാസമില്ലാതെ കിടക്കുന്ന ദേവനെ കണ്ടതും അവൾ ഒരു തളർച്ചയോടെ ബോധം കെട്ടുവീണു. ദേവന്റെ മരണം മുൻപിൽ കണ്ട ഷോക്കിലായിരുന്നു പിന്നീട് കുറച്ചു കാലം മായ. ദേവനില്ലാത്ത ഈ ലോകത്ത് ഇനിയുള്ള ജീവിതം തനിച്ച് മതിയെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് മായ അവന്റെ മരണം നൽകിയ ഷോക്കിൽ നിന്നും പുറത്തു വന്നത്. എന്നാൽ അതിനും അധികകാലം ആയുസ് ഉണ്ടായിരുന്നില്ല. ഹരിയെ വിവാഹം കഴിച്ച് അവനെ സ്നേഹിച്ച് ജീവിച്ചില്ലെങ്കിൽ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ചു കളയുമെന്നായിരുന്നു പിന്നീടുള്ള ഭീഷണി. പക്ഷേ ആ ഭീഷണിക്ക് മുൻപിൽ അധികം എതിർത്തു നിൽക്കാൻ അവൾക്കായില്ല. അവസാനം അവനെ കല്യാണം കഴിക്കാമെന്നും ഒരുമിച്ച് ജീവിക്കാമെന്നും അവൾ സമ്മതിച്ചു. പക്ഷേ അവനെ ഒരിക്കലും താൻ സ്നേഹിക്കില്ല എന്നത് അവൾക്ക് ഉറപ്പായിരുന്നു. അല്ലെങ്കിലും ദേവനില്ലാത്ത ഈ ലോകത്ത് താൻ എങ്ങനെ ജീവിച്ചാലും അത് തനിക്ക് മരണതുല്യമാണ്. താൻ ഹരിയുടെ കൂടെ ജീവിച്ചാൽ മറ്റുള്ളവർക്ക് ജീവിതം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത് എന്നവൾ ചിന്തിച്ചു. അമ്മയുടെ ദേവൻ ഉറങ്ങിക്കോ. അവളുടെ മകൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നതും അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ തട്ടിക്കൊടുത്തു. കുഞ്ഞ് അവളെ കണ്ണ് തുറന്നു നോക്കി. അപ്പോഴാണ് വാതിലിനരികിൽ വന്നു നിൽക്കുന്ന ഹരിയെ അവൾ കണ്ടത്. എന്റെ ദേവന് എന്തു പറ്റി? അമ്മയോട് ചേർന്ന് കിടന്നോ, അപ്പോൾ ഉറക്കം വരും. കേട്ടോ ദേവാ. ഹരി നോക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവൾ അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചതും ഹരി അവിടെ നിന്നും പോയി. അതു കണ്ടതും അവളുടെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഇന്നും അവൾ ജീവിക്കുന്നത് അവൾ വേദനയറിഞ്ഞ് പ്രസവിച്ച അവളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ആ വീട്ടിൽ ജീവിക്കുന്നുവെങ്കിലും ഹരിയോടും അവന്റെ അച്ഛനോടുമുള്ള മനോഭാവത്തിന് മാറ്റമില്ലാതെ ഇന്നും അവരവൾക്ക് അന്യർ തന്നെയാണ്. ദേവന്റെ ജീവനെടുത്തവരോടുള്ള വാശിയിൽ അതങ്ങനെ തുടരുക തന്നെ ചെയ്യും. കാരണം തീർത്താൽ തീരാത്ത നഷ്ടം അതെന്നും അവളുടേതു മാത്രമാണ്.